Hi guys, in the last video lecture we discussed about analysis of three-hinged parabolic arches. So in this video we will discuss about analysis of three-hinged circular or segmental arches. Here consider a three-hinged circular arch with L span of arch, H is the central rise of arch, here small y is the rise of arch at a section XX. Okay, here theta is the angle which makes OX with OC. R is the radius of arch. Small x, small y be the coordinates of point X with respect to D. Okay, as we have already discussed, a circular arch is a part of a circle or semicircle. So ഈ സർക്കിളിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് നമ്മൾ ഈ സർക്കുലർ ആർച്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് എൽ ഉണ്ടെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം L/2 ഇതാണ് എച്ച്. റിമൈനിങ് എന്ന് പറയുന്നത് ഇത് 2R ആണ്. സോ 2R മൈനസ് എച്ച്, ഇതാണ് ഈ പോർഷൻ. സോ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് എ സർക്കിൾ വി നോ CD into DG which is equal to AD into DB. Okay, CD into GD equal to AD into DB. That is, CD is H into 2R minus H. H into 2R minus H, which is equal to L/2 into L/2. So we can write that H into 2R minus H equal to L square by 4. So the solve ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Radius of arch R equal to L square by 8H plus H/2, where L is the span of arch and H is the central rise of arch. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് ആർച്ചും സ്പാനും സെൻട്രൽ റൈസും തമ്മിലുള്ള റിലേഷൻ ഫോർ എ സർക്കുലർ ആർച്ച്. ഓക്കെ, നൗ നമുക്ക് കോർഡിനേറ്റ്സും എങ്ങനെ വരും നോക്കാം. XY കോർഡിനേറ്റ്സ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ BOD. So consider triangle BOD. This is triangle BOD. Sin alpha equal to BD by R. That is BD. This BD equal to R sin alpha. BD is R sin alpha. Similarly, this OD will be R cos alpha. Okay, R cos alpha. Now for coordinates, x equal to this, x equal to OX sin theta. This is theta, OX sin theta. That is R sin theta itself. Now to find out this y coordinates, we will do OE minus OD. That is OE minus OD. OE minus OD. That is OX cos theta. OX cos theta minus OB cos alpha. OB cos alpha. Okay, so we will get that y coordinate. That is R into cos theta. R into cos theta minus cos alpha. These are the equations for the coordinates. R sin theta and R into cos theta minus cos alpha. Okay, now coming into the internal forces. നമ്മുടെ പാരാബോളിക് ആർച്ചസിൽ എങ്ങനെയാണോ ഇന്റേണൽ ഫോഴ്സസ് കണ്ടുപിടിച്ചത്, ഏതൊക്കെയാണ് നമ്മൾ ഇന്റേണൽ ഫോഴ്സ്? നോർമൽ ത്രസ്റ്റും അതുപോലെ തന്നെ റേഡിയൽ ഷിയർ. നോർമൽ ത്രസ്റ്റ് ആണ് N, റേഡിയൽ ഷിയർ ആണ് ക്യാപിറ്റൽ Q. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വരുന്ന നമ്മളെ പ്രോപ്പർട്ടി മാത്രമേ തരുള്ളൂ. അവിടെ പാരാബോളിക് ആണെങ്കിൽ ഇവിടെ സർക്കുലർ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ അത് കണ്ടുപിടിക്കാനുള്ള ആറിൻ്റെ റിലേഷനും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനുശേഷം നമ്മൾ ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ സെയിം ഇക്വേഷൻസ് തന്നെയാണ് പാരാബോളിക് ആർച്ചസിൽ എന്താണോ യൂസ് ചെയ്തത് അതേ ഇക്വേഷൻസ് തന്നെയാണ് സർക്കുലർ ആർച്ചസിൽ യൂസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മളെ ഫോഴ്സ് വരിക? നമ്മളെ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അവിടെ നോർമൽ ത്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ റേഡിയൽ ഷിയർ ഉണ്ടാവും, അതുപോലെ തന്നെ മൊമെൻ്റ് ഉണ്ടാവും. ഇതേ കേസ് തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇക്വേഷൻസ് സെയിം ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ച് നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. Okay. This is the question. A three-hinged circular arch hinged at supports and at the crown has a span of 40 meter and a central rise of
10 meter. It carries a point load of 70 kilonewton at the right quarter span and a UDL of 15 kilonewton per meter over the left half portion. Determine the reactions at the support, normal thrust, moment and shear at a section 10 meter from the left support. Okay. സോ ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്, ഒരു 40 മീറ്ററിൻ്റെ ഒരു സ്പാൻ തന്നിട്ട് 3 ഹിഞ്ചഡ് സർക്കുലർ ആർച്ചാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് പോർഷനിൽ ഒരു യു ഡിയിലുണ്ട് 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ. അതുപോലെ തന്നെ റൈറ്റ് ക്വാർട്ടർ സ്പാനിൽ ദാറ്റ് ഈസ് 30 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു 70 കിലോന്യൂട്ടൺ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അറ്റ് എ സെക്ഷൻ 10 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്, അതായത് 10 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്, സപ്പോസ് ഇത് ഡി ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷനിലുള്ള നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ, മൊമെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്കപ്പോൾ എന്താ വേണ്ടത്? ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആസ് യൂഷ്വൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. വി എ, വി ബി, എച്ച് എ, എച്ച് ബി ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് എന്താണ് വേണ്ടത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എ 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. സോ we need only the static equilibrium equations, that is sigma fx, sigma fy and sigma mz equals 0. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള റിയാക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഫസ്റ്റ് ഈ സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ എടുക്കുക. എഫ് എക്സ് ഈക്വൽ 0. ഇവിടെ എച്ച് എയും എച്ച് ബിയും വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ല. സോ എച്ച് എ ഷുഡ് ബി ഈക്വൽ ടു എച്ച് ബി, ദാറ്റ് ഈസ് എച്ച് എ ഈക്വൽ ടു എച്ച് ബി ഈക്വൽ ടു എച്ച്. നോ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമേഷൻ എടുക്കാം. വി എ പ്ലസ് വി ബി അപ്വേർഡ് ഡൗൺവേർഡ് ഏതൊക്കെയാണ്? 15 ഇൻറ്റു 20. ദിസ് ഇസ് 20 മീറ്റർ ആണ്, അതിൻ്റെ ഹാഫ് ഓഫ് ദ സ്പാൻ. 15 into 20 plus 70. 15, 20 plus 70 will get 370 kilonewton. Now taking moment at A or moment about A. So VB into 40. Here anti-clockwise is taken as negative and clockwise is taken as positive. VB into 40 minus VB into 40 minus VB into 40 plus 70 into 30 plus 15 into 20 into 20 by 2. 15 into 20 into 20 by 2, which is equal to 0. So we will get VB equal to 127.5 kilonewton. So from this equation we will get V also. VA equal to 370 minus 127.5. We will get it as 242.5 kilonewton. Okay. ഇനി നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തത്? മൂവ്മെൻറ്റ് അറ്റ് ദി ക്രൗൺ, അതായത് സിഗ്മ എം ഹിഞ്ച് ഈക്വൽ ടു 0 എടുത്ത് ഇവിടെ ക്രൗണിൻ്റെ പോയിന്റ് സി ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സിഗ്മ എം സി ഈക്വൽ ടു 0. സിഗ്മ എം സി ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ മതി. ഒന്നിക്ക് എൽ എച്ച് എസ് അല്ലെങ്കിൽ ആർ എച്ച് എസ്, ഏത് എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ സെയിം തന്നെയായിരിക്കും. സോ നമുക്ക് ആർ എച്ച് എസ് എടുത്തു നോക്കാം. ഏതൊക്കെയാണ് വരിക? വി ബി ഇൻറ്റു ഹാഫ് ഓഫ് ദി സ്പാൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, നെഗറ്റീവ് ആണ്, മൈനസ് വി ബി ഇൻറ്റു 20. എച്ച് കാരണം എച്ച് ഈക്വൽ ടു എച്ച് ഈക്വൽ എച്ച് ബി ഈക്വൽ എച്ച് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ എച്ച് കാരണം നമുക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. എച്ച് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 70 ഇൻറ്റു ഹിയർ 30 മൈനസ് 20, റിമൈനിങ് പോർഷനായിട്ട് നമുക്ക് 70 ഇൻറ്റു 10 വരും. അത് ഈക്വൽ ടു 0 ആണ്. And here minus VB into 20 plus 70 into 30 minus 20 plus H into 10 equal to 0. So നമുക്ക് എന്ത് ചെയ്യാം? H equal to 185 kilonewton നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്മളപ്പോൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. വി എ, വി ബി, എച്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് തന്നിട്ടുള്ള സെക്ഷനിലുള്ള നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എൻ ഡി ഈക്വൽ ടു വി ഡി സൈൻ തീറ്റ പ്ലസ് എച്ച് ഡി കോസ് തീറ്റ, QD equal to VD cos theta plus HD sin theta. ഓക്കെ, സോ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം തീറ്റ എന്താണെന്ന് അറിയണം. ഓക്കെ, തീറ്റ കണ്ടുപിടിക്കണം. നമുക്ക് ഫിഗറിൽ DOE എടുക്കാം. ഓക്കെ,
ഒ ഇ. ഈ ഒരു ഫിഗറിൽ നമുക്ക് സൈൻ തീറ്റ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, ദാറ്റ് ഈസ് ഡി ഇ ഡിവൈഡ് ബൈ ആർ അല്ലേ? സൈൻ തീറ്റ ഈക്വൽ ടു ഡി ഇ ഡിവൈഡ് ബൈ ആർ, ദാറ്റ് ഈസ് 20 മൈനസ് 10 ഡിവൈഡ് ബൈ ആർ. സോ നമുക്ക് ആറ് അറിയില്ല. ആറ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ഇക്വേഷൻ? ആർ ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 8h പ്ലസ് എച്ച് ബൈ 2, വേർ എൽ ഈസ് ദി സ്പാൻ ലെങ്ത്, എച്ച് ഈസ് ദി സെൻട്രൽ റൈസ്. സ്പാൻ നമുക്കറിയാം 40 മീറ്റർ തന്നിട്ടുണ്ടായിരുന്നു, സെൻട്രൽ റൈസ് എച്ച് 10 മീറ്റർ തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വിൽ ഗെറ്റ് 25 മീറ്റർ. ഓക്കെ, 25 മീറ്റർ നമുക്ക് കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ വിൽ ഗെറ്റ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 20 മൈനസ് 10 ഡിവൈഡ് ബൈ 25. നമുക്ക് കിട്ടും 23.59 ഡിഗ്രി. അതാണ് ആംഗിൾ തീറ്റ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ വി ഡി അറിയണം. ഓക്കെ, വി ഡി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ പോർഷനിലുള്ള വി ഡി ആണ് നമുക്ക് അറിയേണ്ടത്. സോ വി എ മൈനസ് 15/10 ആണ് നമുക്ക് അവിടെയുള്ള വി ഡി എന്ന് പറയുന്നത്, ഈക്വൽ ടു 92.5 കിലോ ന്യൂട്ടൺ. ഹോറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് ഡി ഈക്വൽ ടു എച്ച് തന്നെയാണ് 185 കിലോ ന്യൂട്ടൺ. ഇതപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൻ ഡിൻ്റെ ഇക്വേഷനിലും ക്യൂ ഡിൻ്റെ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ ഡി ഈക്വൽ ടു വി ഡി സൈൻ തീറ്റ പ്ലസ് എച്ച് ഡി കോസ് തീറ്റ, ദാറ്റ് ഈസ് 206.6 കിലോ ന്യൂട്ടൺ. ഓക്കെ, നൗ ക്യൂ ഡിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? വി ഡി കോസ് തീറ്റ മൈനസ് എച്ച് ഡി സൈൻ തീറ്റയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10.8 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി മൊമെൻറ്റ് അറ്റ് ദി സെക്ഷൻ. മൊമെൻറ്റ് അറ്റ് ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ പോയിന്റിലുള്ള മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അറിയാം വി എ ഇൻറ്റു 10 ക്ലോക്ക് വൈസ്, എച്ച് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വൈ. അത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ് വൈ എത്രയാണെന്ന് നമുക്ക് അറിയണം. സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, വൈ ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് ആൽഫ. തീറ്റ നമുക്കറിയാം, ആറും അറിയാം, നമുക്ക് ആൽഫ അറിയില്ല. ഓക്കെ, അത് നമുക്ക് ട്രയാങ്കിൾ ബി ഒ എഫ് കൺസിഡർ ചെയ്യാം. ഇതാണ് ട്രയാങ്കിൾ ബി ഒ എഫ്. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, ദറ്റ് ഈസ് ബി എഫ് ഡിവൈഡ് ബൈ ബി ആർ. ബി എഫ് എന്ന് പറയുന്നത് 20 ആണ്, ആർ ബി ആറിൽ ആറാണ്, ആർ എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ആൽഫ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 20/25 വിൽ ഗെറ്റ് 53.13 ഡിഗ്രി. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈ ഡി ഈക്വൽ ടു 25 ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് 23.59 മൈനസ് കോസ് ആൽഫ, കോസ് 53.13 വിൽ ഗെറ്റ് 7.9 മീറ്റർ. സോ നമ്മൾ ഈ മൊമെൻ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എ ഇൻറ്റു 10, ദാറ്റ് ഈസ് 242.5 ഇൻറ്റു 10 മൈനസ് 185 ഇൻറ്റു 7.9 minus 15 into 10 into 10/2 will get 213.5 kilonewton meter. Okay, so ഈ പ്രോബ്ലത്തിൽ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, വി എ വി ബി എച്ച് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ ആൻഡ് മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, താങ്ക് യു.